ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ നവാസ് വൈബ്സ് എന്ന പുതിയ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്കൂൾ വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ കാലത്തിൽ ലോകവിവരവും എല്ലാത്തിനെ പറ്റിയുള്ള അറിവും അറിയൽ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് എല്ലാവരും അറിയാൻ വേണ്ടി എന്തെങ്കിലും അറിയാത്തതൊക്കെ ഗൂഗിളിൽ നിന്നാണ് അധികവും ചോദിച്ച് മനസ്സിലാക്കാൻ നോക്കാറുള്ളത്. എന്നാൽ വലുതായി കുറേ ചോദിച്ചാൽ ഗൂഗിളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് പലർക്കും. അതുകൊണ്ട് അതൊക്കെയും എളുപ്പത്തിൽ ചോദിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ആപ്പിനെ പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനു മുന്നേ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക. എല്ലാവർക്കും വീഡിയോസൊക്കെ അറിയാമെങ്കിൽ, ടിപ്സൊക്കെ ടോപ്പിക്സൊക്കെ അറിയുമെങ്കിൽ കമൻ്റ് ഇട്ട് അറിയിക്കുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായി നിങ്ങൾ ഫസ്റ്റ് പ്ലേ സ്റ്റോർ എടുക്കുക. പ്ലേ സ്റ്റോർ എടുത്ത് സെർച്ചിൽ പോയി അവിടെ ChatGPT എന്ന് അടിച്ചു കൊടുക്കുക. ChatGPT എന്ന് അടിച്ചു കൊടുത്താൽ അവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു പ്രൊഫൈൽ കാണാം. അവിടെ അടിച്ച് ഡൗൺലോഡ് കാണും. അത് അടിച്ചാൽ മതി. ഡൗൺലോഡ് ആക്കുക. ഞാൻ മുമ്പ് ഡൗൺലോഡ് ആക്കിയിട്ട് വെച്ചത് കൊണ്ട് എൻ്റെ ഓപ്പൺ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യാം. ഇതൊരു AI ആപ്പാണ്. അതുകൊണ്ട് എന്ത് ചോദിച്ചാലും അത് അപ്പോൾ തന്നെ അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. എല്ലാ തരത്തിലുള്ള വിഷയങ്ങളും ചോദിച്ച് മനസ്സിലാക്കാൻ നല്ലതാണ് ഈ ആപ്പ്. അതുകൊണ്ടാണ് വിദ്യാർത്ഥികൾക്കും ഇത് നല്ലൊരു ആപ്പാണെന്ന് പറഞ്ഞത്. സ്കൂളത്തെ കാര്യങ്ങളും എന്ത് കാര്യങ്ങളും ചോദിച്ചാലും മനസ്സിലാക്കാൻ നല്ലതാണ്. എന്തെങ്കിലും ലാംഗ്വേജസും മീനിങ്സൊക്കെ മനസ്സിലാക്കാൻ നല്ലൊരു ആപ്പാണ് ഇത്. എന്നാൽ നമുക്ക് എന്തെങ്കിലും ചോദിച്ചു നോക്കാം. നമുക്ക് പുതിയ ചാനൽ എങ്ങനെ തുടങ്ങുന്നത് എന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ എന്താണ് റിപ്ലൈ തരുന്നതെന്ന് നോക്കാം. പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് എങ്ങനെയാണ്? കണ്ടോ, അവർ അതിനുള്ള റിപ്ലൈസൊക്കെ നല്ല നിലയിൽ ഡോട്ടായി നല്ല വൃത്തിക്ക് എല്ലാ തരത്തിലും അതിനുള്ള റിപ്ലൈ തരുന്നുണ്ട്. ഞാനത് ഇംഗ്ലീഷിൽ കുറച്ച് തെറ്റായി എഴുതിയത് കൊണ്ട് അവർ ഇംഗ്ലീഷിലായി തന്നെ പറഞ്ഞു തന്നു. ഇത് മലയാളത്തിൽ എഴുതിയാൽ അത് മലയാളത്തിൽ തന്നെ അവർ പറഞ്ഞു തരും. വ്യക്തമായില്ല എന്ന് മലയാളത്തിൽ എഴുതി നോക്കാം. വ്യക്തമായില്ല. വ്യക്തമായില്ല എന്ന് പറഞ്ഞപ്പോൾ കണ്ടോ, അവർ മലയാളത്തിലും അതിനുള്ള ഉത്തരങ്ങൾ നല്ല നിലയിൽ തന്നെ എല്ലാ തരത്തിലും ഉത്തരങ്ങൾ കറക്റ്റായി അവർ പറഞ്ഞു തരുന്നുണ്ട്. ഈ ആപ്പ് നല്ലൊരു ഉപകാരമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ആപ്പ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും നല്ല നിലയിൽ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും പോരായ്മകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. അടുത്ത വീഡിയോക്ക് വരുന്നത് വരെ ബായ്.